ബാക്ക് ടു സൈലം ബാങ്കിങ്. സോ വീണ്ടും ഇതാ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ 10ാമത്തെ ലാർജസ്റ്റ് റീ ഇൻഷുറർ ആണ്. ഇന്ത്യയിലും പുറത്ത് അബ്രോഡും അവർക്ക് ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ ഈ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇൻഷുറൻസ് കമ്പനികളുടെ എല്ലാവരുടെയും റിസ്ക് തന്നെ ഇൻഷുർ ചെയ്യുന്ന ഒരാളെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിലുള്ള എന്തൊക്കെ പറയുന്നു നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാണുന്നത് അവർ 110 ഓഫീസേഴ്സ്, അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1 പോസ്റ്റിലേക്ക് 110 ഓഫീസേഴ്സിന് റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 4-ാം തീയതി, അതായത് ഡിസംബർ 4-ാം തീയതി ഓൾറെഡി ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 19-ാം തീയതി, ഡിസംബർ 19-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനു മുന്നേ നിങ്ങൾ പേയ്മെന്റ് എല്ലാം കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണം. ഇനി 5, അതായത് നമ്മുടെ ജനുവരി 5-ാം തീയതി 2025 ജനുവരി 5-ാം തീയതി ആയിരിക്കും ഏകദേശം എക്സാം ഉണ്ടാവുക. മാത്രമല്ല അതിന് 7 ദിവസം മുന്നേ നിങ്ങൾക്ക് കോൾ ലെറ്റർ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഓൺലൈൻ പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ഉണ്ട് SC ST OBC PWD കാൻഡിഡേറ്റ്സിന്. അതും ഉടനെ തന്നെ ഇവരുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വേക്കൻസീസിന്റെ കാര്യവും അത് ഏതൊക്കെ സ്ട്രീമിൽ എത്ര വേക്കൻസി എന്നുള്ളതും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ജനറൽ നോക്കുമ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് 18 ആണ്. ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ 60% ജനറൽ അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സിനും 55% SC ST കാൻഡിഡേറ്റ്സിനും പറയുന്നുണ്ട്. ഇപ്പൊ ലീഗൽ എന്ന് പറയുമ്പോൾ 9 വേക്കൻസി, അതായത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ലോയിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതിനും ഈ സെയിം മാർക്കാണ്. അത് എല്ലാത്തിനും 60% ആർക്ക്, ജനറലിനും OBCക്കും വരുന്നത്. ആൻഡ് 55% നമ്മുടെ SC STക്ക് വരുന്നത്. അപ്പൊ ഇത് എല്ലാ ഡിസിപ്ലിനും ഒരുപോലെ തന്നെയാണ്, അതിൽ മാറ്റമില്ല. HR നോക്കുകയാണെങ്കിൽ 6 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഡിസിപ്ലിനിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലും ഓക്കെയാണ്. പിന്നെ ഡിസൈറബിൾ ആയിട്ട് അവർ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻ HRM ഒക്കെ ഉണ്ടെങ്കിലും കൊള്ളാം എന്നവർ പറയുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 5 വേക്കൻസിയാണ്, അത് അവർ എടുത്തു പറയുന്നുണ്ട്. മറൈനിൽ 1, എയറോനോട്ടിക്കൽ 1, മെക്കാനിക്കൽ 1, സിവിൽ 1, ഇലക്ട്രിക്കൽ 1. ഇതിലെല്ലാം BTechോ MTechോ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. IT നോക്കുകയാണെങ്കിൽ 22 വേക്കൻസി ഉണ്ട്. അതും BE BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിലെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 60% ജനറൽ ആൻഡ് OBC, 55% SC ആൻഡ് STക്ക് ഉണ്ടാവണം. ആൻഡ് അക്കേഷുറിക്ക് 10 വേക്കൻസീസ് ആണുള്ളത്. അതും ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് മിനിമം 60% ജനറൽ, OBC 55% SC ST. ഓക്കെ, അടുത്ത നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസിന് 20 വേക്കൻസി ഉണ്ട്. അതും ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ബട്ട് അവർ എടുത്തു പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് ഷുഡ് പൊസസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ജനറൽ ഇൻഷുറൻസ്, റിസ്ക് മാനേജ്മെന്റ്, ലൈഫ് ഇൻഷുറൻസ് എന്നവർ പറയുന്നുണ്ട്. ദെൻ മെഡിക്കൽ MBBS ഉള്ളവർക്ക്, അതായത് 2 വേക്കൻസീസ് ആണ് അവർക്കുള്ളത്. അവർക്ക് MBBS ഡിഗ്രി ഉണ്ടാവണം. അതിനും സെയിം മാർക്കാണ് വരുന്നത്, പെർസെന്റേജ് ആണ് അവർ നോക്കുന്നത്. ഓക്കെ, ഫൈനാൻസ് നോക്കുമ്പോൾ 18 ആണ് അവരുടെ വേക്കൻസീസ് വരുന്നത്. BCom വിത്ത് 60% മാർക്ക് ഫോർ ജനറൽ ആൻഡ് OBC, 55% ഫോർ SC ST കാൻഡിഡേറ്റ്സ്. ടോട്ടൽ 110 വേക്കൻസീസ് ആണ് ടോട്ടൽ ആയിട്ട് നമുക്ക് ഉള്ളത്. ഇനി നമ്മൾ നോക്കുമ്പോൾ കാൻഡിഡേറ്റ്സിന് അവരുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു സ്ട്രീമിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നിലധികം സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നിങ്ങൾ ഏത് സ്ട്രീമിലേക്കാണോ അപ്ലൈ ചെയ്തത് അതായിരിക്കും അവർ എടുക്കുക. ആ ഒരു ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിരിക്കും അവർ സ്വീകരിക്കുക. ബാക്കിയൊന്നും അവർ എടുക്കത്തില്ല. ഓക്കെ, ദെൻ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ, ഈ വേക്കൻസീസിന്റെ കൂടെ തന്നെ ഏത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാൻ പറ്റില്ല. ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 1/11/2024 സർട്ടിഫൈഡ് ആണ്. നിങ്ങളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പെർസ്യൂ ചെയ്യുന്നവർക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഓക്കെ, ആൻഡ് ദെൻ ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്, മസ്റ്റ് പൊസസ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണമെന്നും അവർ ഇതിൽ എടുത്തു തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ജനറലിന് 43 വേക്കൻസി, SCക്ക് 15, STക്ക് 10, OBCക്ക് 34, EWSന് 6, PWDക്ക് 5, ടോട്ടൽ 108. അപ്പൊ നിങ്ങൾ ചോദിക്കും കുറവല്ലേ, 110 അതിൽ 2 മാർക്ക് പോയി. നമ്മളെ മെഡിക്കൽ സ്ട്രീം അവർ എടുത്തു പറയുന്നുണ്ട്. അതർ ദാൻ മെഡിക്കൽ സ്ട്രീം 108 വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഏജ് ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട്. 21 വയസ്സാണ് മിനിമം ഏജ്, 30 വയസ്സാണ് മാക്സിമം ഏജ്. അതിൽ താഴെ തന്നിട്ടുണ്ട് not been born not earlier than 2/11/1994, 2 നവംബർ 1994 അതിന് മുന്നെയോ അല്ലെങ്കിൽ 1/11/2023 നവംബർ 1/2023 ശേഷമോ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ഏജ് നോക്കിക്കോണം. ദെൻ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതായത് SC STക്ക് ആണെങ്കിൽ 5 വർഷം, OBCക്ക് എലിജിബിൾ ഫോർ റിസർവേഷൻ ആണെങ്കിൽ 3 വർഷം, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്ക് 10 വർഷം, എക്സ് സർവീസിനാണെങ്കിൽ +3 years,
widows, divorced women legally separated from husband ആണെങ്കിൽ 9 years, existing confirmed employees, ഇപ്പം confirmed ആയിട്ടുള്ള employeesന് 8 വർഷത്തെയും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ഫോർ ഓൾ ഡിസിപ്ലിൻ, മെഡിക്കൽ MBBS അല്ലാത്ത ബാക്കി എല്ലാ സ്ട്രീമുകളിലേക്കുമുള്ള ഓൺലൈൻ എക്സാം അല്ലെങ്കിൽ ആ ഒരു എക്സാമിനേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ ഉണ്ടാവും, ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ പെർഫോമൻസിന് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ ഒക്കെ അവർ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നതായിരിക്കും. ടോട്ടൽ മാർക്സ് ഓൺലൈൻ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ വിൽ ബി 200. ടോട്ടലി 200 ആയിരിക്കും നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ഡോക്ടേഴ്സ് സെലക്ഷൻ വിൽ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് ഇൻ 2 level ഇന്റർവ്യൂ ഓൺലി. ദർ വിൽ ബി നോ റിട്ടൺ ടെസ്റ്റ്. ഡോക്ടേഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്തില്ല? റിട്ടൺ ടെസ്റ്റ് ഇല്ല, ജസ്റ്റ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഡേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ജനുവരി 5-ാം തീയതിയാണ് ടെന്റേറ്റീവ്ലി സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന എക്സാം ഡേറ്റ് വരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് അവർ വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക് പേ തന്നെ 50,925 രൂപയാണ് പെർ മന്ത് പറയുന്നത്. പിന്നെ മാത്രമല്ല ഒരുപാട് പ്ലസ് ബെനിഫിറ്റ്സ് ഉള്ളവർ പറയുന്നുണ്ട്. ലൈക്ക് പെൻഷൻ സ്കീം, ന്യൂസ് പേപ്പർ ഇന്റർനെറ്റ് അലവൻസ്, ലീവ് ട്രാവൽ സബ്സിഡി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, ഹൗസ് ഫർണിഷിംഗ് അലവൻസ്, ഹൗസ് ഹോൾഡ് ഹെൽപ്പ് അലവൻസ്, പേഴ്സണൽ ആക്സിഡന്റ് കവർ, അങ്ങനെ ഇഷ്ടം പോലെ അലവൻസുകൾ ഈ ഒരു എക്സാമിനുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. മാത്രമല്ല ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം, അതായത് അതിന് മുന്നേ ആ ഒരു രസകരമായ കാര്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പ്രൊബേഷൻ പീരീഡ് ഉള്ളതാണ്. പ്രൊബേഷൻ പീരീഡിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ഫിറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റന്റ് മാനേജറായിട്ട് 1 year പ്രൊബേഷൻ പീരീഡിലായിരിക്കും. ഈ പ്രൊബേഷൻ പീരീഡിൽ നിങ്ങളൊരു എക്സാം പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വുഡ് ബി റിക്വയർഡ് ടു പാസ് ദ നോൺ ലൈഫ് licensing examination conducted by Insurance Institute of India. Only after passing the said examination, the officer will be eligible for confirmation of his or service in corporation. അതായത് നിങ്ങൾ പ്രൊബേഷൻ പീരീഡിൽ തന്നെ ഈ പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഫർദർ കൺഫർമേഷൻ, ജോബ് ശരിക്കും നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അഥവാ നിങ്ങൾ ഫെയിൽ ആവുകയാണ്, എക്സാം ഫെയിൽ ആവുകയാണെങ്കിൽ വിത്തിൻ ദ എക്സൈഡ് പ്രൊബേഷൻ പീരീഡ് വിൽ റെൻഡർ ദ ഓഫീസർ ലയബിൾ ടു ബി ടെർമിനേറ്റഡ് ഫ്രം ദ സർവീസ്. ഓക്കെ, അപ്പം നിങ്ങൾ ടെർമിനേറ്റ് ചെയ്ത് വിടും. സോ അതുകൊണ്ട് പ്രൊബേഷൻ പീരീഡിലുള്ള ഈ എക്സാം വളരെയധികം ശ്രദ്ധയോടെ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കൺഫേം ആവും. പിന്നെ ഇത്രയും ശമ്പളവും ഇത്രയും അലവൻസുകളും ഉള്ളപ്പോൾ അവർ എന്തായാലും ഒരു എക്സാം കൂടി ഇടും എന്ന് പറയുന്ന ഒരു ഡൗട്ട് നമുക്ക് വെക്കാനായിട്ടില്ല. ഉറപ്പായിട്ടൊരു എക്സാം കൂടി ഉണ്ടാവും. കാരണം ഇത്രയും ബെനിഫിറ്റ്സും നല്ല ശമ്പളവുമാണ് ഇവർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സർവീസ് കണ്ടീഷൻസ് കൂടെ നോക്കാം. ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് governed by all terms and conditions. ഇവർ ഏറ്റവും പ്രത്യേകമായിട്ട് ഇവർ പറയുന്നത് the initial posting will be in its corporate office in Mumbai only. മുംബൈയിലായിരിക്കും ഇനിഷ്യൽ പോസ്റ്റിംഗ് ഉണ്ടാവാന്ന് അവർ എടുത്ത് ബോൾഡ് ആക്കി തന്നെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ അറിയിക്കുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ് സെന്റേഴ്സ് വരുന്നതെന്നുണ്ട്. എക്സാമിനേഷൻ ചോയ്സ് ഓഫ് റിട്ടൺ ടെസ്റ്റിന്റെ സെന്റേഴ്സ് നമുക്ക് കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് എന്തുള്ളത് എക്സാം സെന്റേഴ്സ് ഉള്ളത്. ഇനി ജനറൽ സ്ട്രീം കാൻഡിഡേറ്റ്സിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ സ്ട്രീം കാൻഡിഡേറ്റ്സിന് പാർട്ട് എ ഒബ്ജക്റ്റീവില് ഹയർ ഓർഡർ റീസണിംഗ് എബിലിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് 40 മാർക്ക് 40 ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിൽ റീസണിംഗ്, ഇംഗ്ലീഷ്, കൂടുതലും ഗ്രാമറിനും വൊക്കാബിനുമാണ് അവിടെ ഇമ്പോർട്ടൻസ്. ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ലിറ്ററസി. 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്, 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്, 15 ക്വസ്റ്റ്യൻ 15 മാർക്ക് എന്നും. പാർട്ട് സിയിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. എസ്സേ, പ്രസി ആൻഡ് കോംപ്രഹെൻഷൻ 30 മാർക്കിനാണ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ 150 മാർക്ക് 123 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ സ്ട്രീമുകാർക്കുള്ളത്. അതേ തന്നെ സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിന്റെ കാര്യം അവർ പറയുന്നുണ്ട്. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി ആണ്. പാർട്ട് സിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 30 ക്വസ്റ്റ്യൻ 3 മാർക്കിന് എസ്സേ, പ്രസി, കോംപ്രഹെൻഷൻ. പാർട്ട് ബിയിൽ റീസണിംഗ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ലിറ്ററസി പറയുന്നുണ്ട്. ആൻഡ് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ നോളേജ് ടെസ്റ്റ് ഇൻ റെലവന്റ് ഡിസിപ്ലിൻ. നിങ്ങൾ ഏത് ഡിസിപ്ലിനുള്ള ആളാണോ അതിനെ കുറിച്ചുള്ള ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് എത്രമാത്രം നോളജ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ് പാർട്ട് എയിൽ ഉണ്ടാവുക. 40 മാർക്കിന് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സോ ഇനിയാണ് അടുത്ത കാര്യം, അതായത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഈ അപ്ലൈ ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ് ഏറ്റവും രസകരമായി നിങ്ങൾ തമ്മിൽ കണ്ട ഞാൻ കാര്യം പറയാൻ പോകുന്നത്. അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫ്രീ ഓഫ് കോസ്റ്റ് ഈ എക്സാം എഴുതാൻ സാധിക്കും. അതായത് നിങ്ങൾ നോൺ റീഫണ്ടബിൾ എമൗണ്ട് ഓഫ് 1000 rupees ആണ് പ്ലസ് GST ഉണ്ടാവും 18% എക്സാമിനേഷൻ ഫീസ് ആയിട്ട് പേ ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ കാൻഡിഡേറ്റ് ബിലോങ്ങിങ് ടു SC/SC കാറ്റഗറി, PH കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആൻഡ് എംപ്ലോയീസ് ഓഫ് GIC, GIP, SA മെമ്പർ കമ്പനീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ദ ഫീസ്. SC/ST കാൻഡിഡേറ്റ്സ്, PH കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഓൾറെഡി GICയിൽ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനും എന്താണ് ഫ്രീ ഓഫ് കോസ്റ്റ് വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ദ ഫീസ് അവർക്ക് എക്സാം എഴുതാം. ഫീസ് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക്. സോ അതൊരു വലിയ കാര്യമാണ്. സോ എല്ലാ
കുട്ടികളും അതായത് എല്ലാ ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഉറപ്പായിട്ട് ഈ പരീക്ഷ എഴുതണം. നിങ്ങൾ മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ബാങ്കിങ് എക്സാമിന് പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ലൈക്ക് 1000 രൂപയൊന്നും കൊടുക്കണ്ട, ലൈക്ക് 1 രൂപ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും അത് എഴുതാതിരിക്കുന്നതാണ് മണ്ടത്തരം. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഏതിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ സ്ട്രീമിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിരിക്കണം, നിങ്ങളുടെ ഏജും നമ്മുടെ ക്രൈറ്റീരിയക്കുള്ളിൽ തന്നെ വരുന്ന ഏജ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായും ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഉറപ്പുവരുത്തണം. ഇനി ബാക്കിയൊന്നും എനിക്ക് പറയാനില്ല. ഓൾ ദ വെരി ബെസ്റ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതെ എല്ലാ കാൻഡിഡേറ്റ്സും ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക, പരീക്ഷ നന്നായിട്ട് എഴുതി പാസ്സാവുക. ഓക്കെ, ഒരുപാട് നല്ല ശമ്പളവും ഒരുപാട് നല്ല അലവൻസുമുള്ള ഒരു നല്ല ജോലിയാണ് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.